ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ളത് സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ തങ്ങളുടെ റോയൽ സൗദി ആർമഡ് ഫോഴ്സസിന് റോയൽ സൗദിയുടെ സൈന്യത്തിന് ഇറാനെതിരെ ആക്രമണങ്ങൾ നടത്താൻ ആവശ്യമെങ്കിൽ ഇറാനെതിരെ തിരിച്ചടി കൊടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സൈന്യത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു സൗദി അറേബ്യ ഇറാനെതിരെയുള്ള മറുപടി എന്നുള്ള പുതിയ അപ്ഡേറ്റ് വരികയാണ്. അത് ഒരുപക്ഷെ ഈ യുദ്ധം ഇപ്പോഴുള്ളതിൽ കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ GCC രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരായ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ പുതിയ UAE അവിടെ കടുത്ത നിലപാടെടുക്കുന്നുണ്ട്, വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. ഇപ്പോൾ സൗദി ഒരു വലിയ ശക്തിയാണ്. ഈ GCC രാഷ്ട്രങ്ങൾക്കിടയിൽ സൗദി ഒരു സൈനിക ശക്തിയാണ്. അങ്ങനെയെങ്കിൽ സൗദി ഇറങ്ങിപ്പുറപ്പെടുന്നത് ഇറാന് വലിയ തിരിച്ചടിയാകുമോ? പ്രതിരോധമല്ലല്ലോ, ആക്രമണമാണ് പറയുന്നത്. റിട്ടാലിയേറ്ററി സ്ട്രൈക്കുകൾ എന്നാണ് പറയുന്നത്. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു മിസൈൽ സൗദിയിലേക്ക് വരികയാണെങ്കിൽ, ഇനിയൊരു ഡ്രോൺ സൗദിയിലേക്ക് പറക്കുകയാണെങ്കിൽ അതിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. സൗദി അറേബ്യ ഒരു ചെറിയ രാജ്യമല്ല. സൗദി അറേബ്യ സൈനിക ശക്തിയിൽ GCCയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ്. ആ സൗദി അറേബ്യ തന്നെ ആക്രമണം നടത്താൻ. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ളവർ സൗദി രാജകുമാരനുമായി സംസാരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇപ്പോഴിതാ സൗദി തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളത്. ഇനി ഇറാൻ ഒരു മിസൈൽ അയച്ചാൽ, സൗദിയിലുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഒരുപക്ഷെ റിട്ടാലിയേറ്ററി സ്ട്രൈക്കിൽ പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ പോലും ഒരുപക്ഷെ സൗദി സൈന്യത്തിന് കഴിയുമെന്നുള്ളതാണ്. അതിനുള്ള അധികാരം അവർക്ക് അവിടുത്തെ രാജാവംശം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകർത്താക്കൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ GCC രാജ്യങ്ങളിൽ നിന്നൊരു തിരിച്ചടി അത് ഇറാൻ ഉടൻ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അതിന് തുടക്കമിടുന്നു സൗദി അറേബ്യ. അപ്പോൾ സൗദി അറേബ്യയുടെ ഈ പാത സ്വീകരിച്ച കൂടുതൽ GCC രാജ്യങ്ങൾ സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ, അവിടെ നിന്നും വീണ്ടും ഇറാനെതിരെയുള്ള അറ്റാക്കുകൾ തുടർന്നാൽ അത് ഇറാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ യുദ്ധം ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇറാൻ സർവാപരാധം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് കാലിൽ വീഴേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ തർക്കമില്ല കൃഷ്ണരാജ്. കാരണം അമേരിക്കയും ഈ ഇസ്രായേലിനെയും പോലെയല്ല GCC രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ. കാരണം അതൊരു മുസ്ലിം കൺട്രി വേഴ്സസ് അങ്ങനെയുള്ളൊരു വാറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ പരസ്പരം ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ആ ഇസ്ലാമിക ലോകം തന്നെ രണ്ടായി വിഭജിക്കപ്പെടുന്ന ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഭൂരിപക്ഷവും ഇപ്പോൾ സൗദി അറേബ്യ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിനൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് ശരി, ഇത് വേറൊരു തലത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ഇടങ്ങളിലെ അമേരിക്കയുടെ സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയായിരുന്നു. ഇപ്പോൾ UAE അങ്ങനെ പ്രതിരോധിച്ചു. ഒമാന് നേരെ ഒരു മധ്യസ്ഥ ശ്രമത്തിന് ഒപ്പമുണ്ടായിരുന്ന ഒമാനെ പോലും അവർ ആക്രമിക്കുകയാണ്. മറുവശത്ത് സൗദി പറയുന്നു പ്രതിരോധമല്ല, ആക്രമിച്ചോളൂ, തിരിച്ചടിച്ചോളൂ എന്ന്. അങ്ങനെ ഇറാൻ യുദ്ധം പുതിയൊരു വഴിയിലേക്ക് പോകുന്നുവോ എന്ന ചോദ്യം.